അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ വല്യമ്മയുടെ വീട്ടിലെ കുടിയിരിക്കൽ മാഷാ അല്ലാ അതിഗംഭീരമായി കഴിഞ്ഞു. ഉച്ചക്കത്തെ ഫംഗ്ഷനുള്ള ആളുകളെല്ലാം എത്തിത്തുടങ്ങി. എന്താണെന്നറിയില്ല, ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു ആ ഒരു വീടിൻ്റെ മനോഹാരിത. അതെ, ഷമ്മാസ് എല്ലാം കണ്ടറിഞ്ഞു തന്നെ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും മുറ്റവും അകവും എന്ന് വേണ്ട വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങൾ ഫർണിച്ചർ അടക്കം സെറ്റാക്കിയിട്ടുണ്ട്. അതെ, റഹീംക്കയുടെ ആ ഒരു വീട് അതിമനോഹരമായിരിക്കുന്നു. കൂട്ടുകാരെല്ലാം വന്ന് ചോദിക്കുകയാണ് നുസൈബയുടെ എളാപ്പയോട്, അല്ല റഹീമേ, ഇതിപ്പോൾ എങ്ങനെ? അത് എൻ്റെ മരുവനെടുത്തുന്നാടാ, അല്ലാതെ ഞമ്മൾക്ക് നേടുന്ന നമ്മൾ ഈ കൂലിപ്പണിയേറ്റ് വല്ലപ്പോഴും പണി ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് കിട്ടാനാ? നമ്മളെ മക്കൾക്ക് തന്നെ പോറ്റാൻ തികയണില്ല. എടാ, ഏതാണ് എൻ്റെ മരുമകന്? എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകനെ, എൻ്റെ മോള് നുസൈബയുടെ ഹസ്ബൻഡ്. എടാ, അപ്പോൾ അവളല്ലേ ഡൈവേഴ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നത്? അതൊക്കെ വേറെ, ഇതൊക്കെ ഇപ്പോൾ ഒക്കെ റാഹത്തായി വന്നില്ലേ? മരുമകന് ഏതാ ആ ബ്ലാക്ക് ഷർട്ടിട്ട് അവിടെ ഇങ്ങനെ ഓടി നടക്കണേ ആ സുന്ദരനായ ഓനാണോ? അതന്നെ ഓനെ. ഓ, ഏതായാലും കുറേ ഫ്രണ്ട്സ് ഉസ്താദുമാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പയ്യനാ തോന്നുന്നുണ്ടല്ലേ? മാഷാ അല്ലാ, നല്ല ചെക്കനാണ്, ഒരു കുഴപ്പമില്ല. ഉസ്താദുമാരോടും തങ്ങന്മാരോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ടീമാണ്, അല്ലാതെ ഒരിക്കൽ പോലും കച്ചറ കളിച്ച് നടക്കുന്ന ടീമല്ല. എടാ, ഇങ്ങനത്തെ മരുക്കളെ കിട്ടിയാൽ രക്ഷപ്പെട്ടു, അൻ്റെയൊക്കെ ഒരു ഭാഗ്യം. റഹീംക്കയുടെ പുറത്ത് തട്ടിക്കൊണ്ട് സുഹൃത്തുക്കൾ അത് പറയുകയാണ്. എല്ലാവരും അത് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. എടാ, മിറ്റം വരെ ഇൻ്റർലോക്ക് ചെയ്ത് ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് വെച്ച് എത്ര മനോഹരാക്കിക്കണല്ലേ! എത്ര ലക്ഷം രൂപ അയക്കണാവോ? ആ, എന്തൊക്കെ തന്നെയാലും ചുരുങ്ങിയതൊരു 19. അത്രയൊന്നും ഉണ്ടാവില്ലടാ. ആര് പറഞ്ഞ്? അങ്ങോട്ട് നോക്ക്, അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ്. വീട് പണിക്കല്ല പൈസ, വീട് പണി കഴിയാനും വാർപ്പ് കഴിയാനും അല്ല, അത് കഴിഞ്ഞിട്ടുള്ള വർക്കിനാണ് പൈസ വരുന്നത്. അത് വല്ലാതെ അറിയൂല നമുക്ക് അതിന് എത്ര ചിലവാക്കിക്കണം എന്നുള്ളത്. ചിലവാക്കിയോൾക്കേ അറിയുള്ളൂ സത്യമായിട്ടും. എടാ, ഫർണിച്ചറും എല്ലാം കൂടി കൂടുമ്പോൾ ഒരു സംഖ്യ കിട്ടുണ്ടാവും. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഷമ്മാസിനെ പരിചയപ്പെടുവാൻ വേണ്ടിയിട്ട് അതാ റഹീംക്കയുടെ ഫ്രണ്ട്സുകൾ വരുന്നു. അസ്സലാമു അലൈക്കും, ഞങ്ങൾ റഹീമിൻ്റെ ഫ്രണ്ട്സാണ്, മരുമകനെ ഒന്ന് പരിചയപ്പെടാൻ. വലൈക്കും അസ്സലാം. ഇരിക്കി, ഭക്ഷണം കഴിച്ചോ നിങ്ങൾ? ഇരിക്കൂ കേട്ടോ. ഷമ്മാസ്, വെള്ളം കുടിച്ചോ? പല ഐറ്റംസിലുള്ള ജ്യൂസുകൾ, കോഫികൾ, ചായകൾ എല്ലാം വരുന്നവർക്ക് അവിടെ സെറ്റാക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ വെള്ളം കുടിച്ചോ? ആ മോനെ, കുടിച്ചു. എന്നാൽ ഫുഡ് കഴിച്ചോളൂ. ഫുഡ് കഴിക്കാനായല്ലോ. ഞങ്ങൾ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തായാലും മാഷാ അല്ലാ ഉഷാറായിക്കണം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ എല്ലാവരും വീടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം. ആ നുസൈബ എന്നുള്ള പെണ്ണുണ്ടല്ലോ, ഓളെ ഭർത്താവാണ്. മരുമകനെ എന്താ ഷാമോനെ ഞാൻ വിളിക്കല്ലേ, ഷമ്മാസാണല്ലോ പേര് തന്നെ. എന്താലേ ഓലെ വീടും കുടിയൊക്കെ ഉണ്ട് കാണാനും. ഓല് ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ആ പെൺകുട്ടി തന്നെ നല്ലൊരു പെൺകുട്ടീന്, അതിനനുസരിച്ചൊരു ഭർത്താവിനെ കിട്ടിയിരിക്കണ്. ഇവർ പാവങ്ങളാണെങ്കിലും അവിടെ ഒരു ഉമ്മ ഉണ്ട്, അറിയോ? ആ ഉമ്മയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കൽ, എല്ലാത്തിനും മുന്നിട്ടിറങ്ങലും ഒക്കെ ഉമ്മ തന്നെയാണ്. ആ ഉമ്മ ഉണ്ട് തോന്നുന്നുണ്ട് അവിടെ അകത്ത്. ഇനി എന്താ അറിയില്ല, ഇനി വന്ന് പോയോ എന്തോ ആവോ. എന്നാൽ ഈ സമയം ഐഷുമ്മയും സമീറയും അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. എന്നാൽ സമീറയാണെങ്കിൽ വരുന്നവരൊക്കെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് വെള്ളം കൊടുത്തിട്ടും അങ്ങനെ അവിടെയും ജോലി എടുത്തുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഉസ്താദിൻ്റെ വിരലിൽ തൂങ്ങി നടക്കുന്ന ആ ഒരു കുഞ്ഞൈഷു, ഉപ്പച്ചി, ഞാൻ ഉമ്മച്ചിയെ കാണാൻ പോട്ടെ? മോളെ, ഉമ്മച്ചിയോ? ഉമ്മച്ചിയും ഉമ്മമ്മയൊക്കെ ഉണ്ടല്ലോ ഈ വീടിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ? മോളെ, അത് നമുക്ക് പോയാലോ? ഉപ്പച്ചി എന്ത് ഇപ്പം തന്നെ പോകുന്നത്? ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം, നമ്മൾ കുറേ നേരത്തെ മുമ്പ് വന്നതല്ലേ. ഷമോനെ, എടാ ഷമ്മാസ് നേരെ ഷമ്മാസിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അതെ, ഞങ്ങളെന്നാ അങ്ങോട്ട്. എന്തുസ്താദേ ഇത്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ ഫുഡ് കഴിച്ചോ? അല്ല, വെള്ളമൊക്കെ കുടിച്ചോ? ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് എന്നാൽ
അല്ല, എന്താ നിങ്ങൾ ഇത്ര ധൃതി എന്താ? ഒന്നുമല്ല, മോളിപ്പോൾ കുറച്ച് ടയേർഡായിട്ടുണ്ടാവും. കുറച്ച് സമയമായാലും എൻ്റെ കൂടെ ഇങ്ങനെ. അല്ല, മോളെ അവിടെ അകത്തേക്ക് കയറ്റിക്കോളൂ. അവൾ അവിടെ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഉമ്മയെ വിളിക്കാം. ഉമ്മ, എൻ്റെ ഉമ്മയൊന്ന് വിളിക്കോ? അവിടെ കണ്ട ഒരു സ്ത്രീയോട് പറയുന്നു. എൻ്റെ ഉമ്മ ഐഷുമ്മ. അതെ, മോന് വിളിക്കുന്നുണ്ട് നിങ്ങളെ. എന്ത് മോനെ? പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഉമ്മ, ഉസ്താദിൻ്റെ മോള് കുറച്ച് ടയേർഡായിട്ടുണ്ട്, അവർ പോകുക എന്ന് പറഞ്ഞിട്ട്. പൊന്നു മോനെ, അല്ലാ, മോളെ എങ്ങോട്ട് പോന്നാണ്? അപ്പോഴേക്കും ഉസ്താദ് അതാ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നു. അല്ലാ, കുട്ടി കണ്ട് പോന്നാളി, വരി. ഉറക്കം വരുന്നുണ്ടോ? പാവം, ഉമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ, 3 വയസ്സ് തേഞ്ഞിക്കണം തന്നെ ആവും. ആർക്കറിയാം, അതിനെ കണ്ടാൽ തോന്നൂല്ല. മോളെ സെമിയേ, സെമിയേ, സെമീറ. അവള് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന തിരക്കിലായിരുന്നു. പാവം എൻ്റെ കുട്ടി, എവിടെ ചെന്നാലും പണിന്നെ. മോളെ സെമിയെ, ആ ഉമ്മ എന്നെ വിളിച്ചോ? മോളെ, എടി, മോൾക്ക് ഉറക്കം വരുന്നുണ്ട് തോണ്ടടി, പാവം. അല്ലാ, എൻ്റെ കുട്ടി. അവൾ വേഗം അതാ ഐഷുമോളെ വാരിയെടുക്കുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടി മാമ തിന്നിക്കണോ? മാമ വേണ്ട, ഉറക്കം വരുന്നുണ്ട് ഉമ്മ. ഉറക്കം വരുന്നുണ്ടോ? വരി, ഉമ്മച്ചി കുറച്ച് മാമ വാരി തിന്നിട്ട് ഉപ്പച്ചിൻ്റെ കൂടെ ഇരിക്കണില്ലേ? ഇല്ല, എന്നാൽ കുറച്ച് ഉമ്മച്ചി മാമ വരുത്ത കേട്ടോ. അവൾക്ക് അപ്പോൾ തന്നെ അതാ, എന്ത് മോൾക്ക് വേണ്ടത്? ബിരിയാണി വേണോ, മന്തി വേണോ, പൊറോട്ട വേണോ, എന്ത് വേണ്ട? എനിക്ക് ബിരിയാണി മതി. ഓ, നല്ല മോളാണ് കേട്ടോ. സെമീറ അതാ അവൾക്ക് ചോറ് വാരി കൊടുക്കുന്നു. എന്നാൽ ഈ രംഗമെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു. മോള് ചോറ് വാരി തിന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോളിട്ടോ. കുറച്ചും കൂടി ഇടട്ടെ? ഉമ്മച്ചി മതി. വെള്ളം. നല്ല കുട്ടിയാണ്. അപ്പോൾ തന്നെ സെമീറ അവളെ അതാ തോളിലിട്ട് നടക്കുന്നു. ഉറങ്ങിക്കോളിട്ടോ, നമുക്ക് ആ റൂമിലൊക്കെ ആൾക്കാരിരിക്കല്ലേ, കുറച്ച് കണ്ട് ഉറങ്ങിയിട്ട് ഉമ്മ കൊണ്ടേ കെടുത്തട്ടോ. തോളിലിട്ടുകൊണ്ട് ആ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ജമീല താത്തയോടും കുടിരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ഷെറീനയും ഒപ്പം കൂടിയിട്ടുണ്ട്. ഷെറീനയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ജമീല താത്തയോട് റഷീദിനോടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുട്ടികളെയും കൂട്ടി അവർ വന്നപ്പോൾ ഷെറീനയും കൂടെ കൂടിയിട്ടുണ്ട്. ആരപ്പത്? സെമീറ. ഏതോ ഒരു കുട്ടിയും തോളിലിട്ട് നടക്കണോള്. ആർക്കറിയാം എന്താ പെണ്ണ് സാധനം എന്നോ. അവൾ അറിയാതെ ഒരു ഫോട്ടോ എടുക്കുന്നു. അവൾ കുഞ്ഞിനെയും തോളിലിട്ട് നടക്കുന്നത്. ഇത് കാട്ടി കൊടുക്കണം നാസറിന്. ഓന് കുറച്ചേറെയാണ്. ഓനിങ്ങോട്ട് അറിയാത്ത രീതിയിൽ സെമീറയെ കണ്ടപ്പോൾ അവൾ മുഖം തിരിച്ചിരുന്നു. എന്നാൽ ജമീല താത്തയൊക്കെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയായിരുന്നു സെമീറ. അതിനിടയിലാണ് കുഞ്ഞിനെയും കൊണ്ട് വന്നത്. അവൾ കുഞ്ഞിനെ തോളിലിട്ട് ഉറക്കി. പാവം കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. റബ്ബേ, പാവം. ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൾ പതുക്കെ ആ റൂമിലേക്ക് കടന്നു. അതെ, ഒരു റൂമിൽ ഒഴിവുണ്ട്. കുറച്ച് ആളുകൾ, കുറച്ച് കുട്ടികളെ ഉള്ളൂ. മക്കളെ, വാവേ, മോളെ ഒന്നിവിടെ കെടുത്തിക്കോട്ടെ. ആയിക്കോട്ടെ. ബെഡിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. ആ അരുകിലായിട്ട് ആ കുഞ്ഞിനെ അവൾ കിടത്തി. അവിടെ കണ്ട ഒരു പുതപ്പെടുത്ത് അവളുടെ കഴുത്തിന് താഴെ ഇട്ട് കൊടുത്തു. ഉറങ്ങിക്കൊള്ളിട്ടോ അമ്മച്ചിൻ്റെ കുട്ടി, ഉറങ്ങിക്കൊള്ളിട്ടോ. പെട്ടെന്ന് തന്നെ അവൾ അവിടെ പറഞ്ഞു, അതെ, കുട്ടി ഉണരണ്ട, ഒന്ന് നോക്കലട്ടോ. ഇത്താത്ത, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ തന്നെ അവൾ അവിടെ സജീവമായി. എന്നാൽ ഷെറീന എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ ഇപ്പം കൊണ്ടുപോയി കെടുത്തി. ഇനിയിപ്പോൾ എന്താന്നാവും. ആരെ കുഞ്ഞ് ആർക്കറിയാം. ഓളിപ്പോ കുട്ടികളില്ല എന്നുകൊണ്ട് ഇവിടെ വന്ന് കണ്ടോലെ കുട്ടിയെ അടുത്ത് നടക്കുക. എന്താ ഓളെ സുഖം. ഐഷുമാനുണ്ട് വിളി കേട്ട. ഉമ്മാ, ഊഫ്, പാലും തേനും ഒഴുകുക ഓളെ തൊള്ളീന്ന്. എന്നാൽ ഈ സമയം അതാ ഉസ്താദ് ഷമ്മാസിനോട് പറയുന്നു, ഷമ്മാസ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാനും മോളും അങ്ങോട്ട് പോയാലോ? എന്താ ഉസ്താദ് ധൃതി അല്ലേ? ഒരുപാട് സമയമായില്ലേ ഇവിടെ, ഇനി മോശമല്ലേ ഇവിടെ നിൽക്കുന്നത്? എന്താ ഉസ്താദേ, നിങ്ങളെൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് നിങ്ങളൊക്കെ ഉള്ളത് പിന്നെ ആരാ ഉള്ളത്? നമ്മളല്ലേ ഇവിടുത്തെ ആളുകളാകേണ്ടത്. ശരിയാണ്. ഇനിയിപ്പോൾ മോള്. പെട്ടെന്ന് അതാ ഷമ്മാസ് ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ ഒന്ന് വിളിക്കോ? മോനെ, കുട്ടി ഉറങ്ങിക്കണടാ, ഉസ്താദിനോട് പറഞ്ഞേക്കേ. ഒരു നിമിഷം ഉമ്മ
അത് പറയുന്നത് അവൾ കേട്ടു. ആ ഉസ്താദ് അതെ ശരിക്കും കണ്ടു. ഓ, ഉസ്താദിൻ്റെ കുട്ടിയാ. ഏതാണ് ഈ ഉസ്താദ്? സുന്ദരനായ ഒരു ഉസ്താദും. അല്ല, ഇവൾക്കിപ്പോൾ അതിൻ്റെ കുട്ടിയെടുത്ത് ആലോചിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ആർക്കറിയാം. എന്നാൽ ഐഷമ്മയോട് ഉസ്താദ്, അതെ ഉമ്മ, എന്നാൽ ഞങ്ങളങ്ങോട്ട് പോയല്ലോ. മോനെ, കുഞ്ഞ് ഉറങ്ങല്ലേ, അത് ഉറങ്ങിക്കോട്ടെ, ആ സുഖമായി ഉറങ്ങിക്കോട്ടെ. ചോറൊക്കെ കുട്ടിക്ക് നല്ല പള്ള നിറച്ച് വാരി കൊടുത്തേക്കണ്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഓളവിടെ സുഖസുന്ദരമായൊന്ന് ഉറങ്ങിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകാലോ. ഷാമും കൊണ്ടാക്കി തരൂലേ? ഉസ്താദ്, ഒരു നിമിഷം ഉമ്മ, അത് ഞാനിവിടെ ഇങ്ങനെ ഒന്നും കരുതണ്ട, ഇത് നമ്മളെ വീട് തന്നെയല്ലേ. ഷാമോനെ പോലെ തന്നെയല്ലേ നെയ്യും. നിങ്ങൾ ബേജാറാകല്ലേ. ഉസ്താദ് ഷാമോൻ്റെ കൂടെ ഓരോ ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങി, വരുന്നവരെ സ്വീകരിക്കുന്നതും. അപ്പോഴേക്കും മുഹ്സിൻ തങ്ങളും എത്തിയിരുന്നു, പള്ളിയിലെ ഉസ്താദും എത്തിയിരുന്നു. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു. പ്രത്യേകമായ ഭക്ഷണങ്ങൾ എല്ലാം സെറ്റാക്കുവാൻ അതിനുള്ള സെർവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും സമീറ സ്ത്രീകളുടെ ഭാഗത്ത് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാം ഷെറീന നോക്കിക്കാണുന്നു. കണ്ടില്ലേ, ഓൾ ഇവിടുത്തെ രാജകുമാരി അയക്കണ്. എല്ലാവരും എന്താ സ്വീകരണം കൊടുക്കലും. ഓളിപ്പോൾ ആരാ ഇവിടുത്തെ? വെറും ഒരു വേലക്കാരത്തേക്ക് ഇത്രയും സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ? ഈ ആയിഷുമ്മ താത്താൻ്റെ ഓരോ കാര്യം. ഒരു വേലക്കാരത്തിന് കണ്ട ഓളെ തോന്നോ? ഓ, ഓളെ വിലപിടിപ്പുള്ള നല്ല പർദ്ദയും. എന്താന്നില്ലേ, ഇതൊക്കെ എപ്പോഴാണ് കിട്ടിയതാവോ? ഇതൊക്കെ ഏത് പർദ്ദേ? അത് ഇട്ടിട്ടോളം ഒന്നും കൂടി മൊഞ്ചും കൂടിയിരിക്കണ്. ഒരു വേലക്കാരത്തി പെണ്ണിന് ഇത്രയധികം നല്ല ഡ്രസ്സ് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏതെങ്കിലും പഴയ കീറപ്പുറത്ത് കൊടുക്കല്ലാതെ ഷെറീന മനസ്സിൽ വിചാരിക്കുന്നു. ജമീലത്താത്തിയോട് ആയിട്ട് അവൾ പറയുന്നു, അതോ കണിമ, അത് നിങ്ങൾക്കറിയില്ല, എൻ്റെ നാത്തൂനാണ്, പണിക്കാരത്തിയായി വന്നതാണ്. പണിക്കാരത്തിയാണ് വിചാരിച്ചു കണ്ട, ഇവിടുത്തെ വലിയ ആളായി നടക്കണോള്. പലരും ചോദിക്കുന്നു, ആ പെണ്ണ് ഏതാന്നാവല്ലേ, ഇവിടുത്തെ വീട്ടുകാരി എങ്ങാനും ആണോ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ഇവിടുത്തെ. എന്നാൽ ഷെറീന, അത് ഇവിടുത്തെ വേലക്കാരത്തിയാണ്. വേലക്കാരത്തിയോ? കണ്ടാ തോന്നൂലല്ലേ. അതിനെ കണ്ടാലേ നല്ലൊരു മുതലാഴ്ച പെണ്ണിൻ്റെ എപ്പോഴുണ്ട്. നല്ല തണ്ടും തടിയും വലുപ്പവും നല്ല രസമുള്ള പർദ്ദയും ഒക്കെ ഇട്ടിപ്പോൾ കൗത്തിലത് മാലയതാ. ഏതാന്നാവും അതൊക്കെ, ഷെറീന വിചാരിച്ചു. ഐഷുമാൻ്റെ അടുത്തല്ലേ എത്തിയത്, ഒരിക്കലും മക്കൾ കഷ്ടപ്പെടൂല. എന്നാൽ ഈ സമയം അവൾ ഇടയ്ക്കിടെ പൊന്നുമോളെയും പോയി നോക്കുന്നുണ്ട്. അല്ലാ, മക്കളെ വാവ ഉറങ്ങിട്ടില്ല? ഇല്ല തത്ത, ഞങ്ങൾ വിളിച്ചോളാം. നല്ല സുഖമായി ഉറങ്ങുകയാണ് അവൾ. ഒരു നിമിഷം സമീറ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഓ അല്ലാ റബ്ബേ, പാവം ഉമ്മല്ലാത്ത കുട്ടിയാണല്ലോ. എന്നാൽ ഈ സമയം എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ ഇരുന്നിട്ടും സമീർ ഇരുന്നില്ല. മോളെ സമീറ, ഉമ്മ വിളിക്കുന്നു. ഉമ്മ എന്തേ? മോളെ ഭക്ഷണം കഴിക്കാൻ പോരി, വരി, ഞമ്മക്കൊക്കെ ഇരിക്കുക. ഇനിയിപ്പോൾ എപ്പോഴാണ് കാത്തുക്കണേ? പോരി, എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുക. ഉമ്മക്ക് പോയി കഴിച്ചോളി, കുഞ്ഞെങ്ങാനും ഉണർന്നാലോ? എൻ്റെ പൊന്നുമോളെ, അതൊന്നും ഉണരൂല, അതവിടെ നിന്നോട്ടെ. കുട്ടികളൊക്കെ പോയി തിന്ന് വന്നതല്ലേ, അത് ഉണരൊന്നുമില്ല, അതവിടെ കിടന്നോട്ടെ, സുഖമായി ഉറങ്ങിക്കോട്ടെ. വരി. ഉമ്മ അതാ സമീറയെയും കൊണ്ട് പോകുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോഴേക്കും സാജിയും എത്തിയിട്ടുണ്ട്. സാജിക്കും നല്ല വയറുണ്ട്. സാജി പിന്നെ കുറേ സമയം നിൽക്കൂല, വേഗം വന്ന് വീടും കണ്ട് ഭക്ഷണം കഴിച്ച് പോകും. സാജിൻ്റെ ഹസ്ബൻഡ് അത്രേ നിൽക്കുള്ളൂ, കൂടുതലായിട്ട് അങ്ങനെ നിന്ന് ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അത്രക്കൊരു ഡീസൻ്റ് സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ സാജിയൊക്കെ വന്നതോടുകൂടി അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. എന്നാൽ ഈ സമയം ഒരു കുട്ടി വന്ന് പറഞ്ഞു, ഇത്താത്ത, നിങ്ങളെ കുട്ടി അവിടെ കരയുന്നുണ്ട്. അത് കേട്ട ഉടനെ അവൾ ഒരു നിമിഷം, ഉമ്മ ഞാൻ പോയിട്ട് വരട്ടോ. പെട്ടെന്ന് തന്നെ ആ ഭക്ഷണം അവൾ മൂടി വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് കൈ കഴുകി മോളുടെ അരികിലെത്തി. അല്ലാ, ഉമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചി, ഉമ്മച്ചി, എൻ്റെ ഉപ്പച്ചി എവിടെ? ആ കുട്ടി കരയുകയായിരുന്നു. പൊന്നു മോളെ, ഉമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. അല്ലാ, ഉറക്കം കഴിഞ്ഞോ? ഒന്നും കൂടി ഉറങ്ങണോ? ആവോ, എൻ്റെ കൂടെ കിടക്കണം ഉമ്മച്ചി. അല്ലാ, കിടക്കാലോ. നേരെ അതാ കുഞ്ഞിൻ്റെ തല അവളുടെ കൈകളിലാക്കി അതാ നെഞ്ചോട് ചേർത്ത് അവൾ ഉറക്കുന്നു. ഇല്ലല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്
അതുവരെ താരാട്ട് പാടാതിരുന്ന അവൾ ആദ്യമായി അന്ന് താരാട്ട് പാടിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ കുഞ്ഞുറങ്ങുന്നില്ലായിരുന്നു. അവളെ നെഞ്ചോട് ചേർത്ത് തന്നെ താരാട്ട് പാടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഷമ്മാസ് അതുവഴി വന്നു ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ, പിന്നെ അല്ലമ്മ, എവിടെ? സെമീറത്തിരുന്നില്ലേ? മോനെ, കുഞ്ഞ് ഉണർന്നിട്ടേ അവള് അതിനെ ഉറക്കാൻ പോയിക്കണൊന്നും കൂടി. ഉമ്മ അങ്ങനെയാണോ? ഞാൻ എന്നാൽ ഉസ്താദിനെ വിളിക്കാം. അല്ല, അത് ബുദ്ധിമുട്ടാവുമോ? ഷമ്മാസ് പെട്ടെന്ന് അതാ അങ്ങോട്ട് വന്നു. ഉസ്താദെ, അത് കുഞ്ഞുണർന്നിട്ടെന്ന് പറഞ്ഞു. അല്ലാ, തന്നെ പഠിച്ചോനെ. ഉസ്താദ് പെട്ടെന്ന് വീടിനകത്തേക്ക് കയറിയപ്പോൾ സമീറ കുഞ്ഞിനെയും തോളിലിട്ട് നടക്കുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത്. ഒരു നിമിഷം ഉസ്താദ് പിന്നോട്ട് നിന്നു. അല്ലാ, ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കാഴ്ചയാണ് കണ്ടത്. ഉസ്താദ് മുഖത്ത് നോക്കാത്തന്നെ പറഞ്ഞു, അതെ, കുഞ്ഞുണർന്നല്ലേ, തെരി, കുട്ടിനെ ഞാൻ എടുത്തോളാം, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളേ. അല്ല, കുഴപ്പമില്ല, ഞാൻ കുഞ്ഞിനെ ഉറക്കിക്കോളാം, സമീറയും പറഞ്ഞു. എന്നാൽ ഷമ്മാസ് അപ്പോഴേക്കും അവിടെ വന്നു. ഇത്തങ്ങൾ ചോറ് പോയി കഴിച്ചോളേ, കുട്ടിൻ്റെ ഉപ്പച്ചി വന്നല്ലോ, കുഞ്ഞിനങ്ങ് കൊടുത്തേക്കൂ. അങ്ങനെ അതാ സമീറ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. ആ പിതാവ് ആ കുഞ്ഞിനെ തോളിലിട്ടു. പതുക്കെ അതാ ഉറക്കുന്നു. സമീറയ്ക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. പഠിച്ചവനെ, പാവം, ആ കുട്ടി നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു. ഉമ്മ അപ്പോഴേക്കും വന്നു. സെമിയെ, എടി, ചോറ് മുഴുവനാക്കി തിന്ന, ഇവിടെ വന്ന, കുഞ്ഞിനെ കൊടുത്തില്ലേടി? ആയിക്കോട്ടെ, അതന്നെ നല്ലേ, വാ. ഉമ്മ അതിനടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുക, ഈ തിന്നോ, ഒപ്പമുള്ളവരൊക്കെ നെയ്ച്ചിക്കണ്. ഉമ്മ, അത് സാരല്ല, ഞാൻ അല്ലല്ല, മുഴുവൻ കഴിക്കട്ടോ, ചോറ് തീരെ തിന്നിട്ടില്ല, ഞാൻ കണ്ടക്കണ്, ഒന്നുണ്ട് കൈ കുത്തിയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേ നെയ്ച്ചിക്കണ്. നല്ല മട്ടത്തിന് ചോറൊക്കെ തിന്നിട്ട്, ഇനി വെറുംചോറ് വേണമെങ്കിൽ, ഇത് വേണ്ടെങ്കിൽ, അല്ലമ്മ ഇത് മതിയാ വിളമ്പിയില്ലത്, വെറുംചോറ മന്തി എന്താ ചണ്ട് ഒക്കെ തിന്നൂട്, ഇജ്ജ് തടി കൂടി വിചാരിച്ചു കണ്ടേ തിന്നാതൊക്കെ ഇരുതിട്ടാ. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാവരും കുടിയിരിക്കൽ കഴിഞ്ഞ് പോരുകയാണ്. വല്യമ്മയുടെ അരികിലെത്തി. ഒരുപാട് സംസാരിച്ചു. വല്യമ്മ നല്ല പുതിയ പർദ്ദക്കെട്ട് സുന്ദരി വല്യമ്മായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. നുസിയാണെങ്കിൽ നിറവയറുമായി. എല്ലാവരും നുസൈബയെ കാണാനും അങ്ങോട്ട് എത്തിത്തുടങ്ങിയിരുന്നു. അല്ലാ, പള്ളമ്മ തട്ടല്ലിട്ടോ, പൊന്നു മക്കളെ, വല്യമ്മ അത് പറഞ്ഞുകൊണ്ടിരുന്നു. വല്യമ്മയുടെ ആ റൂമിൽ തന്നെയാണ് നുസൈബയും നിന്നിരുന്നത്. മാഷാ അല്ലാ, വല്യമ്മക്ക് സ്വന്തമായി ഇറങ്ങുവാനും ഇരിക്കുവാനും പോകുവാനുള്ള വീൽ ചെയറും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ആ റൂമിൽ, വല്യമ്മയുടെ റൂമിൽ ഷമ്മാസ് സെറ്റാക്കിയിരുന്നു. ഒരാളെയും വിളിക്കാതെ തന്നെ വല്യമ്മക്ക് അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ പുതിയ വീട്ടിൽ വല്യമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, റബ്ബേ, ഇങ്ങനൊരു പേരൊന്നും ഞമ്മക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. വല്യമ്മ, നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പേരക്കുട്ടിമാരോനെ കിട്ടിയതുകൊണ്ടേ നിങ്ങൾ കഴിച്ചിലായി. നുസൈബയുടെ അമ്മായികളും അത് തന്നെ പറഞ്ഞു. റബ്ബേ, മോളെ, ഓനെ കിട്ടിയത് ഭാഗ്യമാണ് മോളെ, നമുക്ക് അൽഹംദുലില്ലാ. അങ്ങനത്തെ വീടൊക്കെ ഇടി നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഇല്ലല്ലോ, ഒരിക്കലും. സത്യം പറഞ്ഞാൽ എളാപ്പാക്കും തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് അവിടെ ആയത്. എന്നാൽ ഈ സമയം ഷമ്മാസ് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. എളാപ്പ വന്നു. മോനെ, ഷാമോനെ കുറേ മണ്ടിപ്പാഞ്ഞില്ലേടാ, നമുക്ക് വേണ്ടിയിട്ട്. എളാപ്പ, നമ്മളെ വീടെന്നല്ലേ, നമ്മൾ മണ്ടിപ്പാഞ്ഞാൻ പറ്റുമോ? പെട്ടെന്ന് നുസൈബയുടെ ഉപ്പയും അങ്ങോട്ട് വന്നു. മോനെ, ഇപ്പോൾ ഞാൻ നുസിനെ അങ്ങോട്ട് കൊണ്ടുപോയാലെന്നിപ്പോൾ ആലോചിക്കണത്. മോനെ, ഇതിപ്പോൾ ഇന്നോ നാളൊക്കെ നടക്കും എന്നൊക്കെ ഒരു പറയണത്, കാൽമ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയാഞ്ഞിപ്പോൾ ഇപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെയല്ലേ ഉള്ളത്. ഇവിടെ ആണെങ്കിൽ റോട്ടിക്ക് നടക്കാനും കുറച്ചൊക്കെ ഒരു പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ മോനെ, എനിക്കൊന്നും പറയാനില്ല. ഒക്കെ എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ കുട്ടിയല്ല ഇതൊക്കെ ആക്കി അയച്ചതും കാട്ടിക്കൂട്ടിയതൊക്കെ. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയണില്ല. മോൻ്റെ ഇഷ്ടം പോലെ, എനിക്കൊന്നും പറയാനില്ല. എളാപ്പയും പറഞ്ഞു, കാക്ക, നുസിനെ കൊണ്ടേക്കോട്ടെ, അവിടെ ആകുമ്പോൾ നമുക്ക് പേടിക്കാല്ലേ. ഇവിടെ ആകുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് കിട്ടി ആയിട്ടൊക്കെ വേണ്ടിരും. അതുമല്ല, നമ്മൾ റോഡും കുറച്ച് മോശമാണ്. എന്തെങ്കിലുമൊക്കെ ആയി കിട്ടിയാൽ ഇനി പോലൊക്കെ അവിടുന്ന് വന്നിട്ടും വേണ്ടേ.
സമാധാനത്തിൽ നിങ്ങൾ പറഞ്ഞേച്ചോളി. ഓലെ കയ്യിലെത്തി കിട്ടിയ ഓള് സുരക്ഷിതായി. ഏ ഓൻ്റെ ഓൻക്ക് അതിനുള്ളതുണ്ട്. അതുകൊണ്ട് ഓല ഉമ്മ അങ്ങനെ തന്നെ. എന്നാൽ പെട്ടെന്ന് നുസൈബയുടെ ഉമ്മയും അങ്ങോട്ട് വന്നു. ഷാമോനെ, എന്താ കുട്ടിനെ ഓളെ കൊണ്ടുപോവാണോ? ഉമ്മ കൊണ്ടുപോട്ടെ, ഇനി ബുദ്ധിമുട്ടല്ലേ, ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇന്നോ നാളെ അരച്ച് നിൽക്കല്ലേ. അവിടെ ആകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എപ്പോൾ വിളിച്ചാലും ഞാൻ എത്തും. അങ്ങനത്തെ പിന്നെ മോനെ ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോൾ ഇടങ്ങാറൊക്കെ ഉണ്ട്, സാരമില്ല, എവിടെയെങ്കിലും റാഹത്തായി കഴിയട്ടെ. ഉമ്മ അതായിരുന്നു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നുസൈബക്ക് ഷമ്മാസിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. അവൾക്ക് അവളുടെ വീട് വിട്ട് പോകുന്നതിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ഷമ്മാസിനെ കണ്ടപ്പോൾ ഓൾക്ക് പിന്നെ എല്ലാ സങ്കടവും പോയി. ഓൻ്റെ കൂടെ തന്നെ പോകണം തന്നെയാണ് ഓളാഗ്രഹം. ഉമ്മ പറഞ്ഞു, ഓളോടും കൂടെ ചോദിച്ചു നോക്കുക നമുക്ക്. മോളെ നുസിയേ. നുസൈബ അതാ അങ്ങോട്ട് വരുന്നു, നിറവേറുമായി വരുന്ന. അവളെ കാണുമ്പോൾ തന്നെ ഒരിടങ്ങാറ് തോന്നുന്നുണ്ട്. ഇപ്പാൻ്റെ കുട്ടി നമ്മളെ പെരി നിൽക്കണോ അതോ ഷാമോൻ്റെ കൂടെ പോകണോ? ഒരു നിമിഷം ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഉത്തരം പറഞ്ഞു, അത് ഞാൻ. അതിലുമ്മ പറഞ്ഞു, ഓള് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഷാമോൻ്റെ കൂടെ പോയിക്കോളാൻ തന്നെയാണ്. ആണോ മോളെ? ഉപ്പ ചിരിച്ചുകൊണ്ട്. അവൾ പുഞ്ചിരിച്ചു പറഞ്ഞു, അതെ ഉപ്പ. ആയിക്കോട്ടെ, ഓളിഷ്ടം പോലെ ആയിക്കോട്ടെ, നമ്മളൊന്നും പിടിച്ചു വെക്കണ്ട, ഓളിഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. എന്തിയേ നുസി, എന്നാ നമുക്ക് പോവല്ലേ? ഉമ്മ. പെട്ടെന്ന് ഐഷുമ്മയും അങ്ങോട്ട് വന്നു. നുസൈബയുടെ അരികിലെത്തി പറഞ്ഞു, നിങ്ങളെ കുട്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, ഒരു പേടിയും ബേജാറും വേണ്ട. ഒക്കെ പടച്ച റബ്ബുണ്ട്, എവിടെയാണെങ്കിലും പ്രസവം നടന്നാൽ പോലെ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഐഷുമ്മയുടെ ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ പിന്നെ അവർക്കാർക്കും ഒരു പരാതിയും പരിഭവവും വിഷമവും ഇല്ലാതായി. ഐഷുമ്മ, നിങ്ങൾ പറയുമ്പോൾ തന്നെയല്ലേ ഒക്കെ നടന്നിട്ടുള്ളൂ. നിങ്ങളെന്തിനു മുന്നിട്ടിറങ്ങിയാലേ അത് വിജയിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഐഷുമ്മ എന്ന് വെച്ചാൽ വല്ലാത്ത ഒരു ബഹുമാനം തന്നെയായിരുന്നു അവർക്ക്. എന്തൊക്കെ തന്നെയായാലും കുടിയിരിക്കൽ അതിമനോഹരമായി കഴിഞ്ഞു. എല്ലാവരും പിരിയുവാൻ തുടങ്ങി. ഐഷുമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് അങ്ങോട്ട് നുസിയേ, നമുക്ക് പോയാലോ കുഞ്ഞേ? വല്യമ്മയുടെ അരികിലെത്തി. വല്യമ്മ, നിങ്ങൾ ദുആ ചെയ്യട്ടോ. ഞാൻ എപ്പോഴും കണ്ണീരോടെ ദുആ ചെയ്യണം, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുട്ടീൻ്റെ പെരക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ. ഇങ്ങനൊരു പെരയും കൂടി നമ്മൾ വിചാരിച്ചതുപോലില്ല. പടച്ച റബ്ബിൻ്റെ കാരുണ്യം, അല്ലാതെ എന്താ. വല്യമ്മങ്ങളെ ദുആ മാത്രം മതി. എന്നാൽ നുസൈബ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ എളാമയും വന്നു. മോളെ പോവാണോ? എളാപ്പയും എളാമ്മയും അമ്മായിയാളും എല്ലാവരും കൂടി നുസൈബ പോകുന്നത് നോക്കിയിരുന്നു. റബ്ബേ, എല്ലാം റാഹത്തിലാകട്ടെ, പ്രസവവും കാര്യങ്ങളൊക്കെ എല്ലാം റാഹത്തിലാകട്ടെ അല്ലാ. നുസൈബ ഇറങ്ങുന്നത് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയമായപ്പോൾ ഉസ്താദും അതാ. ഷമോനെ, എന്നാൽ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോട്ടെട്ടോ. ഉസ്താദേ, നിങ്ങളെ ബൈക്ക് പള്ളിയിലല്ലേ? അത് അല്ല, ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം. അല്ല ഉസ്താദേ, നിങ്ങൾ കയറി, ഇത് വലിയ വണ്ടിയാണ്, ഇത് സ്ഥലമുണ്ട്. അല്ല, ഇതിലിപ്പോൾ നിങ്ങളെല്ലാവരും ഇല്ലേ? എന്നാലും ഉസ്താദ് സ്ഥലമല്ലേ, നിങ്ങളും കുട്ടിയല്ലേ, നിങ്ങൾ കയറി വരി. പെട്ടെന്നതാ ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. വലൈക്കും അസ്സലാം. ആണോ? എന്തു പറ്റി? ആ ഓക്കെ. എന്ത് ഉസ്താദ്? അല്ല, അത് എൻ്റെ വൈഫിൻ്റെ ഉമ്മക്ക് തീരെ വയ്യാതായിട്ട് ഐസിയുലാണെന്ന് പറഞ്ഞു. അല്ല, എൻ്റെ മോളെ നോക്കുന്ന ഉമ്മയായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ആ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റബ്ബേ. ഉസ്താദ്, നിങ്ങൾ കരയില്ലേ? നമുക്ക് വേഗം പോയി നോക്കാം, ഒന്നും വിഷയമില്ല. പെട്ടെന്ന് തന്നെ ഷമ്മാസ് വാഹനം വളരെയധികം സ്പീഡിൽ വിട്ടു. പുത്തൻവീട് തറവാടിൻ്റെ അടുത്തുകൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. പകുതി വഴിയായപ്പോൾ പുത്തൻവീട് തറവാടെത്തി. നുസൈബയും ഉമ്മയും സമീറയും ഇറങ്ങി. എന്നാൽ ആ പൊന്നുമോൾ സമീറ ഇറങ്ങിയപ്പോൾ അതാ കുഞ്ഞ് ഉമ്മച്ചിൻ്റെ കൂടെ എനിക്കും പോകണം. മോളെ, ഉമ്മമ്മക്ക് സുഖമില്ല, നമുക്ക് കാണാൻ പോവാം. ഉമ്മാൻ്റെ അടുത്തൊക്കെ പിന്നെ പോകാം. എനിക്ക്
ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോകണം. അവൾ കരഞ്ഞു പറയുകയാണ്. മോളെ, ഉമ്മമാനെ കണ്ടിട്ട് വരാം. ഷാമോനെ, നീ വണ്ടി എടുക്ക്. എന്നാൽ ആ കുഞ്ഞ് കരയുകയായിരുന്നു സമീറയെ ചൂണ്ടി. അതെ, പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരെ കാര്യമല്ലേ റബ്ബേ. നേരെ അതാ സമീറ അത് നോക്കി നിൽക്കുന്നു. ഉമ്മയും എല്ലാവരും. പഠിച്ചവനെ, പാവം കുട്ടില്ലേ. നുസൈബും പറഞ്ഞു, ഉമ്മ പാവം തോന്നുമ്മ, ആ കുട്ടി. ഉമ്മല്ല മോളെ, അതിൻ്റെ ഭാര്യ മരിച്ചതല്ലേ. അല്ലാ, പാവല്ലുമ്മ. അവരെല്ലാവരും അകത്തേക്ക് കയറി നിന്നു. ഷമ്മാസും ഉസ്താദും ഐഷുമോളും കൂടി അത് ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു വളരെയധികം സ്പീഡിൽ. എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ട്. എന്തു പറ്റി ഉമ്മാക്ക്? ഉമ്മാക്കൊരു തളർച്ച ഇങ്ങോട്ട് വന്നു. ഇപ്പം ICUവിലാണ്. ഞാൻ സ്ട്രോക്കോ എന്തേ ആവും. അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസമായിട്ട് സുഖമൊന്നുമില്ലേനു. പിന്നെ കുട്ടീനെ നോക്കുന്ന കാര്യത്തിലൊക്കെ ഉമ്മാക്ക് അധികം ഒരു ഇതേനല്ലോ. പിന്നെ ഈയിടെയായിട്ട് ഉമ്മാക്കൊരു കഴിയാത്ത പോലെയും അങ്ങനെയൊക്കെ ഉണ്ടേനു. ആങ്ങളുടെ ഭാര്യയാണ് അത് പറഞ്ഞത്. ഒരു നിമിഷം ഉസ്താദ് കരഞ്ഞു പോയി. റബ്ബേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരാ റബ്ബേ? എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ ഒന്ന്? ഡോക്ടറോട്, സിസ്റ്ററോടൊന്ന് ചോദിക്കാം. ഒരാൾ പോയി കണ്ടോളൂ കേട്ടോ. കാണാൻ പറ്റില്ല, മാസ്കൊക്കെ നല്ല രീതിയിൽ ധരിച്ച് ഒക്കെ പോയിക്കോളൂ കേട്ടോ. കുഞ്ഞുങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. ഒരു നിമിഷം ഉസ്താദ്, അതെ, എൻ്റെ കുഞ്ഞിനെ നോക്കിയ ആളായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല വെച്ചാൽ അത്രക്കും അസുഖം ആയതുകൊണ്ടാണ് പറയണതേ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങളെന്ത് ഇങ്ങനെ? കുട്ടികളെ കാണിക്കാൻ പറ്റൂലല്ലോ. ഒരു നിമിഷം ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ ഒരു മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ചു. സിസ്റ്ററെ, എൻ്റെ കുഞ്ഞിനെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് കണ്ടിട്ടെന്താ? എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതാണ്. ഈ ഉമ്മയായിരുന്നു എൻ്റെ കുട്ടിയെ. ഉസ്താദ് വിതുമ്പിപ്പോയി. അദ്ദേഹം പിന്നോട്ട് തന്നെ നിന്നു. ഒരു നിമിഷം സിസ്റ്റർ എന്തൊക്കെയോന്ന് ആലോചിച്ചു. അതെ, വരൂ, കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോളൂ, ആരും കാണണ്ട. എന്തെന്നറിയില്ല, ആ സിസ്റ്ററുടെ മനസ്സലിഞ്ഞിട്ടാണോ എന്തും അറിയില്ല. പൊന്നു മോളെയും കൂട്ടി അതാ ICUവിലേക്ക് പതുക്കെ. ഉമ്മ കിടക്കുന്ന ആ ഒരു രംഗം കണ്ട് ഉസ്താദ് കരഞ്ഞുപോയി. അത് ഓക്സിജനും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റബ്ബേ, ഉമ്മമ്മ, ഉമ്മമ്മ. ആ കുഞ്ഞ് വിളിച്ചു. എന്തൊക്കെയോ സംസാരിക്കണം, കണ്ണു തുറക്കണം എന്നൊക്കെയുള്ള പോലെ തോന്നുകയാണ്. ഉമ്മമ്മ. ആ ഒരു വിളി കേട്ട് ആ ഉമ്മ പതുക്കെ ഒന്ന് കണ്ണുകൾ തുറന്നു. ഉമ്മമ്മൻ്റെ കുട്ടിയെ, പൊന്നു മോനെ, എൻ്റെ കുട്ടിയെ നല്ല നോക്കണം കേട്ടോ, ഞാൻ പോവാണ്. ആ ഉമ്മ അതും പറഞ്ഞ് പതുക്കെ കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം ഉസ്താദ് ആ ഒരു സ്ക്രീനിലേക്ക് നോക്കി. അതാ ആ ഒരു ലൈൻ നേരെയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സിസ്റ്റർമാർ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ, പേഷ്യൻറ്റിന് എന്തോ കൂടുതലായിട്ടുണ്ട്. ഉസ്താദിന് ആ രംഗം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉസ്താദ് തൻ്റെ ഭാര്യയുടെ ഉമ്മാക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ഉമ്മാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ആ ഉമ്മയുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടോ അറിയില്ല. റബ്ബേ. ഒരു നിമിഷം ഉസ്താദ് കുഞ്ഞിനെയും കൊണ്ട് അത് പുറത്തേക്ക് ഓടുന്നു. അതെ, കുറച്ച് സംസം വെള്ളം തരുമോ? കുഞ്ഞിനെയും കൊണ്ട് അതാ ഉസ്താദ് സംസം വെള്ളത്തിന് ചോദിച്ചപ്പോൾ എല്ലാവരും എന്താ എന്താ എന്ത് കൂടുതലായിട്ട് എന്തേ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതാ തൊട്ടടുത്തുള്ള ബെഡിൽ കിടന്ന പേഷ്യൻറ്റിന് വേണ്ടി കരുതി വെച്ച അവിടെ കൂട്ടുനിന്നിരുന്ന ഒരു സ്ത്രീ ഇതാ സംസം വെള്ളം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തരുന്നു. ഉസ്താദ് അതാ അത് ഉമ്മയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. വളരെയധികം ആർത്തിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അതൊഴിച്ചു കൊടുത്തപ്പോൾ അത് വളരെയധികം സന്തോഷത്തോടു കൂടി അതങ്ങ് കുടിക്കുന്നതായിട്ട് ഉസ്താദ് കണ്ടു. ഉമ്മ, ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉമ്മ ഉസ്താദിനരികിൽ ചൊല്ലിക്കൊടുക്കുന്നു. ഉപ്പച്ചി, ഉമ്മമ്മ എന്താ കണ്ണു തീർക്കാത്തത്? എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഉമ്മ അതാ കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്നു. ഒരു നിമിഷം
ആ ഉമ്മയുടെ ആ നോട്ടം അതാ നേരെ മേലേക്ക്. ഉസ്താദിന് കാര്യങ്ങൾ മനസ്സിലായി. ഉസ്താദ് ചൊല്ലാനുള്ളതെല്ലാം ചൊല്ലി അതാ ആ ഉമ്മയുടെ മുഖത്ത് കൈവച്ചുകൊണ്ട് ആ കണ്ണുകൾ പതുക്കെ അടക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉസ്താദ് വിതുമ്പിപ്പോയി. പൊന്നുമോളും. എന്നാൽ അപ്പോഴേക്കും അതാ വീട്ടുകാരെല്ലാം അറിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് ആ സമയത്ത് ഉസ്താദ് അവിടെ എത്തി സംസം വെള്ളം കൊടുത്തു. അതെ, കലിമ ചൊല്ലിക്കൊടുത്തു. സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കിടക്കുന്ന ആ ഉമ്മയുടെ മുഖം വളരെയധികം പ്രകാശമുള്ളതായിട്ട് ഉസ്താദിന് തോന്നി. അല്ലാ. വിതുമ്പിക്കൊണ്ട് ഉസ്താദും കുഞ്ഞും ഐസിയുവിൻ്റെ പുറത്തിറങ്ങി. എന്നാൽ അപ്പോഴേക്കും മക്കളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നാത്തൂന്മാരുണ്ടായിരുന്നു. ഒരു മകൻ എങ്ങോട്ട് പോയിരുന്നു, ഒരാൾ എത്തിയിട്ടുമില്ല. ഉസ്താദ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ ഉമ്മ പോയി. അല്ലാ, എന്താ? അപ്പോഴേക്കും അതാ ആളുകൾ കൂടി തുടങ്ങി. എല്ലാവരെയും വിളിച്ചു വരുത്തി. അവിടെ ഒരു കൂട്ടക്കരച്ചിലായിരുന്നു. പൊന്നുമോൾ ഐഷു, അതെ, തൻ്റെ ഉമ്മയും പോയി, ഉമ്മമ്മയും പോയി. പിതാവിനോടായി ചോദിക്കുന്നു, ഉപ്പച്ചി, ഉമ്മമ്മ എന്താ കണ്ണു തുറക്കാത്തെ? ഉമ്മമ്മ എന്താ മിണ്ടാത്തത്? കരഞ്ഞുകൊണ്ട് ഉസ്താദ് തൻ്റെ പൊന്നുമോളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അല്ലാ, എൻ്റെ കുട്ടിക്ക് ആരുമില്ലല്ലോ, ഇനി എൻ്റെ കുട്ടിക്ക് ഇനി ആരാളുള്ളത്? ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.